2011 പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സഞ്ജീവ് ഭട്ട് നരേന്ദ്രമോദിക്കും ബിജെപിക്കും പരസ്യമായ വെല്ലുവിളിയായി മാറിയത്. 2002 ഗോധ്ര തീവയ്പും തുടർന്ന് ഗുജറാത്തിലുണ്ടായ വംശഹത്യകളിലും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്ക് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതോടെയായിരുന്നു ഇത്. 2011 ഏപ്രിൽ 14 സഞ്ജീവ് ഭട്ട് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഗോധ്ര തീവയ്പിന് പിന്നാലെ 2002 ഫെബ്രുവരി 27 നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഹിന്ദുക്കളെ അവരുടെ രോഷം തീർക്കാൻ അനുവദിച്ചേക്കൂ എന്ന് നിർദ്ദേശിച്ചതായാണ് ഭട്ട് സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയത്. മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കണമെന്നും മോദി യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പഠനം നടത്താൻ രൂപീകരിച്ച കൺസേൺ സിറ്റിസൺസ് ട്രൈബ്യൂണലിന് മുന്നിലെ അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അന്ന് മോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ശരിവെക്കുന്നതായിരുന്നു സഞ്ജീവ് ഭട്ടിന്റെ സത്യവാങ്മൂലം. ഹരേൻ പാണ്ഡ്യ പിന്നീട് അജ്ഞാതനാൽ കൊല്ലപ്പെട്ടു. ഗുജറാത്തിൽ നടന്നത് മോദി സർക്കാരിന്റെ അറിവോടെയുള്ള കൂട്ടക്കൊലയാണെന്ന് വെളിവാക്കുന്ന സഞ്ജീവ് ഭട്ടിന്റെ സത്യവാങ്മൂലം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീം കോടതി ഭട്ടിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുദ്രകുത്തി തള്ളുകയാണുണ്ടായത്. കോടതി ഗുജറാത്ത് കലാപക്കേസിൽ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് സഞ്ജീവ് ഭട്ടിനെതിരെ നടന്നത് തുടർച്ചയായ ഭരണകൂട വേട്ടയാണ്. 2011 ഓഗസ്റ്റ് 8 ഗുജറാത്ത് സർക്കാർ സഞ്ജീവ് ഭട്ടിനെ സസ്പെൻഡ് ചെയ്തു. 2015 ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പ്രതികാരം അവിടെയും തീർന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കസ്റ്റഡി മരണക്കേസിൽ സഞ്ജീവ് ഭട്ടിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. 2019 ജൂൺ 20 ഈ കേസിൽ അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടു. വേറെയും നിരവധി കേസുകളും അതുവഴിയുള്ള ശിക്ഷകളും അദ്ദേഹത്തിന് നേരെ ചുമത്തപ്പെട്ടു. സഞ്ജീവ് ഭട്ട് ഇന്നും ജയിലിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യയിൽ ഇന്നത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും പങ്കുണ്ടായിരുന്നുവെന്ന സധൈര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നീതിമാനായ ആ ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവിതം തന്നെയാണ്.